ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഹോളി കമ്മ്യൂണിയന് ആനി ഇട്ട ഗൗൺ. അത് ഞാൻ ചെയ്താണ്. അതുപോലെ അതിൻ്റെ ആക്സസറീസ് ഞാൻ ചെയ്താണ്. അതായത് കയ്യിലിടുന്ന ഗ്ലൗസ് ആണെങ്കിലും പിന്നെ തലയിൽ വെക്കുന്നതാണെങ്കിലും പിന്നെ മെഴുകുതിരി ആണെങ്കിലും ഞാനാണ് ചെയ്തത്. അപ്പോൾ അത് എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇത് ഇവിടെ ഇരുന്ന എൻ്റെ കയ്യിൽ ഓൾറെഡി മിച്ചുണ്ടായിരുന്ന നെറ്റും മെറ്റീരിയലും ഒക്കെ വെച്ച് തന്നെയാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇതാണ് ആ ഒരു ഗൗൺ. ഇതിപ്പോൾ ഞാൻ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് കഴുകി. സോ എത്രത്തോളം നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതൊരു ഫുൾ സർക്കിളാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഫുൾ സർക്കിൾ ഒരു ഗൗണാണ്. അതായത് കുഞ്ഞിട്ടിട്ടൊന്ന് കറങ്ങി, അങ്ങനെ കറങ്ങുന്നൊരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, നടന്നില്ല. കുഞ്ഞിട്ടിട്ട് കറങ്ങിക്കഴിഞ്ഞാൽ കണ്ടോ കംപ്ലീറ്റ് റൗണ്ട് ആയിട്ട് വരും. ഓക്കെ, ഇങ്ങനെ. പിന്നെ അപ്പം ഈ നെറ്റ് എന്ന് പറയുന്നത് പ്ലെയിൻ നെറ്റ്. ഇതൊരു അറൗണ്ട് ഒരു 10 മീറ്ററെങ്കിലും വന്നിട്ടുണ്ടാവും. 10 മീറ്ററെങ്കിലും ഇതിനകത്ത് കയറിയിട്ടുണ്ടാവും. അപ്പോൾ മൊത്തം ലെങ്ത് വരുന്നത് 43 ഇഞ്ച് എങ്ങാണ്ടാണ് അവളുടെ ഗൗണിന്റെ ലെങ്ത് വരുന്നത്. ഞാൻ നോക്കട്ടെ, 43 ആണെന്നാണ് എൻ്റെ, അല്ല 46 ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് മൊത്തം ഗൗണിന്റെ നീളം വന്നിട്ട്. ഓക്കെ, ഇതിന്റെ ഈ ടോപ്പിൽ 2 ലെയർ നെറ്റ് വെച്ചിട്ട് സാറ്റിൻ ഇട്ടിട്ട് ഇതിവിടെ മറ്റേ എന്താ പറയുന്നത് ട്രാൻസ്പെറന്റ് നെക്ക് ലൈനാ ചെയ്തേക്കുന്നത്. ഈ ഒരു ഭാഗം കണ്ടോ, സോറി, ഇവിടെ ട്രാൻസ്പെറന്റ് നെക്ക് ലൈനാ ചെയ്തേക്കുന്നത്. അതങ്ങനെ എടുത്ത് കാണാനൊന്നുമില്ല. ഓക്കെ, പിന്നെ ബാക്കിൽ നോർമൽ പോലെ തന്നെ ചെയ്തേക്കുന്നത്. പിന്നെ ഇതെല്ലാം നമ്മൾ പ്ലെയിൻ നെറ്റ് ചെയ്തിട്ട് അതിൽ ആപ്ലിക് വർക്കാ ചെയ്തേക്കുന്നത്. ഇത് ആപ്ലിക് നെറ്റ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ആപ്ലിക് നെറ്റ് അത് ഞാൻ കാണിച്ചു തരാം. ആപ്ലിക് നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു മീറ്ററിനൊരു ഇത് ഒരു ഫുൾ നെറ്റിന്റെ, അതായത് സാധാരണ നമ്മൾ റണ്ണിങ് മെറ്റീരിയൽ മേടിക്കുന്ന പോലെ തന്നെ ആപ്ലിക് നെറ്റ് എന്ന് പറഞ്ഞ് മേടിക്കാൻ കിട്ടും. ഇതുപോലെ ഇരിക്കും. ഇതിന്റെ ഒരു പോർഷനാണ്. അപ്പൊ ഇതിന്റെ ഫ്രണ്ടിലും മേളിലും താഴെയൊക്കെ സ്കാലപ്പിന് ചെയ്യാനുള്ള ഇതുണ്ടായിരുന്നു. അത് ഞാൻ കട്ട് ചെയ്തെടുത്ത. അപ്പൊ ഇതെന്ന് പറയുന്നത് മീറ്ററിന് 1500 വരുന്ന ഒരു നെറ്റാണ്. ഇത് ഞാനൊരു വെഡ്ഡിങ് ഗൗൺ ചെയ്യുന്ന ടൈമിൽ അവർക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. എന്നിട്ട് അവർക്ക് എത്രയാണ് യൂസ് ചെയ്തത് അതിന്റെ മാത്രം റേറ്റ് ഞാൻ ഇട്ടിട്ടുള്ളായിരുന്നു. പിന്നെ അത് മിച്ചം. അപ്പൊ ഞാൻ അന്നെങ്ങാണ്ട് ഒരു 5 ആണോ 10 ആണോ മീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. 1500. ഓക്കെ, 1500 പെർ മീറ്റർ വരുന്നത്. എന്നിട്ട് ഈ മെറ്റീരിയൽ തന്നെയാണ്, അതായത് ഇതിൽ നിന്ന് വെട്ടിയെടുക്കുന്ന വെച്ചിട്ട് പല രീതിയിൽ നമുക്ക് ഗൗണും ബാപ്റ്റിസം ഡ്രസ്സും ഒക്കെ തയ്ക്കാറുണ്ട്. അപ്പം ബാപ്റ്റിസം ഡ്രസ്സ് കൂടുതലും ഞാൻ തയ്ച്ചിരുന്നത്, അതുപോലെ പിന്നീട് എനിക്ക് വന്ന ഹോളി കമ്മ്യൂണിയന്റെ ഗൗൺസ് എല്ലാം ഞാൻ തയ്ച്ചിരുന്നത് ഈ ഒരു ആപ്ലിക് നെറ്റ് യൂസ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പം ഇത് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് ഇതിൽ നിന്ന് ആവശ്യത്തിനെടുത്ത് പല രീതിയിൽ നമുക്ക് ഇത് ഇത്ര നമ്മൾ സോൾഡറിങ് അയൺ വെച്ച് കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് പ്ലെയിൻ നെറ്റിലായിരിക്കും നമ്മൾ ഈ ഗൗൺ ചെയ്യുന്നത്. എന്നിട്ട് അതിലോട്ട് നമ്മൾ തയ്ച്ചു പിടിപ്പിക്കുക ചെയ്യുന്നത്. ഞാൻ കൈകൊണ്ടല്ല തയ്ച്ചു പിടിപ്പിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ ഓരോ പോർഷൻ വെട്ടിയെടുത്തിട്ട് അതിൽ ഈ ആപ്ലിക് വർക്കും കൂടെ ചെയ്തിട്ടാണ് പിന്നെ കൂട്ടി യോജിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കിത് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ എല്ലാവരും ഈ ആപ്ലിക് നെറ്റ് എന്താ എന്ന് ചോദിക്കും. ഇതുപോലെ വർക്കുള്ള നെറ്റാണ് ഇത്. ഇതിന് മുകളിലും താഴെയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞതാണ്. ഓരോ ആവശ്യത്തിനായിട്ട് എടുത്താണ്. അപ്പൊ ഇപ്പോഴും ഇത് മിച്ചം ഇരിപ്പുണ്ട്. കണ്ടോ, ഇത്രയും മിച്ചം ഇരിപ്പുണ്ട്. ഇത് വെച്ച് നമുക്ക് ഒത്തിരി ഗൗണും ഫ്രോക്കും ഒക്കെ ചെയ്യാം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ഞാൻ കട പൂട്ടാണ്, എൻ്റെ പരിപാടി ഞാൻ ചെയ്യുന്നില്ല. സോ ഇതുപോലെ നമുക്ക് ഇങ്ങനെ വെട്ടി എടുത്തിട്ട് ഇത് നമുക്ക് പിന്നെയും വെട്ടി ചെറുതാക്കി ഓരോരോ പോർഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ആണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ഞാൻ ചെയ്തേക്കുന്നത്. വേറെ മുത്തും അങ്ങനെ ഒന്നും പിടിപ്പിച്ചിട്ടില്ല. കാരണം എനിക്കറിയാം ഈ ഡ്രസ്സ് ഇവിടെ ഒരറ്റത്താണ് ഇടത്തോളം എന്നുള്ളത്. എൻ്റെ ബാക്കിലും അതുപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ലീവും പ്ലെയിൻ ആയിട്ട് ഇത് 1 ലെയർ നെറ്റാ, അതിലും ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ചെയ്തെടുത്തു. ഓക്കെ, പിന്നെ ഇതിന്റെ താഴെ വരുന്നത് ആ ആപ്ലിക് നെറ്റിൽ തന്നെ ഉള്ള താഴത്തെ പോർഷനാണ്. അത് ഇതാണ് എൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. നോർമലി നമ്മൾ ആദ്യ കുർബാനയുടെ ഡ്രസ്സിൽ ഇത് കാണൂല, കാരണം ഇത് വെഡ്ഡിങ് ഗൗണിന്റെ ഇതിലേ കാണത്തുള്ളൂ ഇതുപോലെ. കാരണം ഇത്രയും തുണി വേണ്ട എടുക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി അടിച്ച് തീർത്തു, അതായത് കംപ്ലീറ്റ്ലി ഇതിൽ യൂസ് ചെയ്തങ്ങ് തീർത്തു. ഇത് ഇനി യൂസും ഇല്ല, മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ്. എത്രത്തോളം നിങ്ങൾക്ക് അത് കാണാൻ പറ്റും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് കണ്ട,
ഇത് ഞാൻ തയ്ച്ചു പിടിപ്പിച്ചേക്കുന്ന, മനസ്സിലായില്ലേ? അപ്പം വൺസ് ഈ ഫ്രോക്ക് ഈ ഗൗൺ ഫുള്ള് തയ്ച്ചതിന് ശേഷമാണ് ഈ അടിവശം ഞാൻ ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് ചെയ്യാനായിട്ട് ഇതിങ്ങനെ ഏങ്കോണിച്ച് പോകും, ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇത് തയ്ച്ച് വെക്കാന്ന് പറയുമ്പോൾ മെഷീനിൽ തന്നെ തയ്ച്ചാണേ, പക്ഷെ ഇങ്ങനെ നൂലോടിച്ച് പോകത്തില്ലേ, അങ്ങനെ. അപ്പൊ ഇത് ചെയ്യാനായിട്ട് ഏതാണ്ട് 1.5 ദിവസം എടുത്തു. ഒന്നര ദിവസം എന്ന് പറഞ്ഞാൽ അറൗണ്ട് 2 ദിവസം നമ്മുടെ നടുവൊടിയും ഇത് ചെയ്ത്. ഇങ്ങനെ ഇത് ഇത്രയും വലിപ്പമില്ലേ, അപ്പം ഇതൊരു സൈഡിൽ നിന്ന് പിടിച്ച് മുട്ട് സൂചി കുത്തി അത് തയ്ച്ചെടുക്കാൻ കുറെ ടൈം എടുത്ത്. അങ്ങനെ 2 ദിവസത്തോളം എടുത്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. ഫുൾ ഡ്രസ്സ് അല്ലാണ്ട് ചെയ്യാനായിട്ട്, അതായത് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും ആപ്ലിക്കും എല്ലാം കൂടെ ചെയ്യാനായിട്ട് വീണ്ടും ഒരു 1.5 ദിവസം, അങ്ങനെ അറൗണ്ട് ഒരാഴ്ച എടുത്തിട്ടാണ് ഞാനിത് തീർത്തത്. ഇത് 2 ലെയറാണ്. ഈ താഴത്തെ നെറ്റ് എന്ന് പറയുന്നത് 2 ലെയറാണ്. ഇവിടെ ഒരു 5 മീറ്റർ വരും, ഇതിന് അടിയിലും ഒരു 5 മീറ്റർ വരും. കാരണം അല്ലെങ്കിൽ ഇത് പ്ലെയിൻ ആയി കഴിഞ്ഞാൽ കാണാൻ ഒരു ഭംഗി കാണത്തില്ല. നമ്മൾ ഇട്ടിട്ട് നടക്കുമ്പോൾ ഇതിന്റെ തൊട്ട് താഴെ എന്ന് പറയുന്നത് സാറ്റിനാ. ആ സാറ്റിൻ എടുത്ത് കാണും. ഞാൻ ചില ആൾക്കാർ ഗൗൺ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, കൊച്ചു പിള്ളേരുടെ. തൊട്ട് ഓർഗൻസയിലായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ നെറ്റിലായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അതിന്റെ അടിയിൽ നമുക്ക് ഈ സാറ്റിൻ ഇട്ട് കഴിയുമ്പം, ഇപ്പൊ ഇത് ഞാൻ മാറ്റി കാണിച്ചു തരാം. എന്താ, ഇതിപ്പോ 1 ലെയറാണ്. ഈ 1 ലെയർ ഇട്ടാൽ അറിയാനില്ല ഈ സാറ്റിൻ ആ എടുത്ത് നിൽക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ അടിയിൽ ഒരു ലെയർ, പിന്നെ അതിന്റെ പുറത്തൊരു ലെയർ വന്നിട്ട് അതേലാണ് ഞാൻ ഈ ഒരു സ്കാലപ്പ് വർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ. ഇനി ഇതിന്റെ അകത്ത് ഈ സാറ്റിന്റെയും അകത്ത് ഞാനൊരു ചെറിയൊരു കോട്ടൺ ലൈനിങ്, അതൊരു മുട്ട് വരെ ഉള്ളൂ കേട്ടോ, കോട്ടൺ ലൈനിങ് ചെറുതായിട്ട് മുട്ട് വരെ കോട്ടൺ ലൈനിങ്. ഫുൾ ലെങ്ത്തിലൊന്നും ഞാൻ കൊടുത്തില്ല, കാരണം എനിക്ക് എത്രയാണോ തുണി തികഞ്ഞത് അത്രയും വെച്ചിട്ടൊരു. അപ്പൊ അത്രയേ ഉള്ളൂ ഗൗണ്. ഇതിന് ഇവളിടത്തില്ല. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൊണ്ട് ഞാൻ ചെയ്ത്, ഇത് ഇവർക്ക് ഫുൾ കൈ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. ഫുൾ കൈ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് കുത്തിക്കൊള്ളാൻ തുടങ്ങി. എത്രയൊക്കെ നമ്മളകത്ത് മറ്റേ എന്താ ഇങ്ങനെ എന്ന് പറയുന്നത്, എനിക്കങ്ങോട്ട് വാക്ക് കിട്ടുന്നില്ല, മറ്റേ അകത്ത് നമ്മള് ലോക്ക് ചെയ്ത് അടിക്കുമല്ലോ. അപ്പൊ ആ ലോക്ക് ചെയ്ത് അടിക്കുന്നൊക്കെ എത്ര ചെയ്താലും ഇവർക്ക് പറ്റത്തില്ല. ഇവർക്ക് ഈ ഒരു കഷത്തിന്റെ ഭാഗത്ത് ഇവർക്ക് കുത്തിക്കൊള്ളുന്നെന്ന് പറയും. അപ്പൊ അതിന് ഞാൻ പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇത് കണ്ടോ, ഇത്രയും ഭാഗത്ത്, അതായത് കൈയുടെ ഇവിടുന്ന് ഈ ഇത്രയും ഭാഗത്ത് ഒരു ചെസ്റ്റ് പോർഷൻ വരെ ഞാനൊരു കോട്ടൺ ലൈനിങ്ങിന്റെ തുണി എടുത്തിട്ട് ചുമ്മാ മടക്കി അടിച്ച്. അപ്പൊ ഇതിന്റെ ആ ഒരു ട്രാൻസ്പെറന്റ് ലുക്ക് പോത്തുമില്ല, കാണുന്നുണ്ട്, ട്രാൻസ്പെറന്റ് ലുക്ക് പോത്തുമില്ല, എന്നാൽ കൊച്ച് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇത് ചെയ്തിട്ട് പോലും അവള് പെട്ടെന്ന് ഇത് ഊരിക്കളഞ്ഞു. ഒരു 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇത് ഊരിക്കളഞ്ഞു. പിന്നെ അവളെ കുറ്റം പറയാൻ പറ്റൂല, രാവിലെ 6 മണി തൊട്ട് അവളത് ഇട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയും ഇങ്ങനെയും കൂടെ ഞാൻ ചെയ്തു 2 കൈയിലും. പിന്നെ അകത്തെല്ലാം കോട്ടൺ ലൈനിങ് ആ വെച്ചേക്കുന്നത്, കൊച്ചിന് പ്രയാസമൊന്നും ഉണ്ടാവാതിരിക്കാൻ. സ്റ്റിൽ ഇത് ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇത് ഇഷ്ടപ്പെടില്ല. ഇത് അവൾ ആദ്യം സാറ്റിനിൽ മാത്രം ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. പിന്നെയാണ് ഞാൻ ആലോചിച്ച് എന്തായാലും ഇത്രയൊക്കെ ഇരിക്കുന്നത്, പിന്നെ അവളെ കൺവിൻസ് ചെയ്താണ് ഞാനിത് ഇത്രയും തയ്ച്ചെടുത്തത്. അപ്പം പിന്നെ അകത്ത് ഞാൻ സ്റ്റിഫ് നെറ്റോ അങ്ങനെ ഒന്നും വെച്ചില്ല. ഇത്രയും വന്നപ്പോൾ തന്നെ നല്ല കനമുണ്ട്. നല്ല കനം എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്ത് പൊക്കിക്കൊണ്ട് കുറച്ചു നേരം നിൽക്കാൻ ഇച്ചിരി പാടാം. അതിന് മാത്രം കനമുള്ളൊരു ഡ്രസ്സാണ്. ഇനി അടുത്തത് തലയിൽ വെക്കുന്ന ആ ഒരു നെറ്റും ഇതും കൂടെ നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടും. ഇത് പക്ഷേ സെപ്പറേറ്റ് ആയിട്ടാണ് പള്ളിയിൽ നിന്ന് കിട്ടുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. എല്ലാവരും പള്ളിയിൽ നിന്നാണ് മേടിച്ചത്. ഞാൻ വേണ്ട, നമുക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ അങ്ങ് ചെയ്യാമെന്ന് കരുതി. അപ്പം ഞാൻ പിൻട്രസ്റ്റിൽ നോക്കിയപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടിയത്, സാധാരണ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതിവിടെ ഇങ്ങനെ വെക്കും. പിന്നെ നമുക്ക് നെറ്റ് സെപ്പറേറ്റ് വാങ്ങിച്ച് ഇവിടെ ഇങ്ങനെ കുത്തി വെക്കുക ചെയ്യുന്നത്. നമുക്ക് മറ്റേ ഗൗണിന്റെ, അതായത് വെഡിങ് ഗൗണിലൊക്കെ സാധാരണ വെക്കുന്ന പോലെ നെറ്റ് ഇങ്ങനെ കുത്തി ആണ് വെക്കുന്നത്. അപ്പൊ അതിന് വരെ ഞാൻ വിചാരിച്ചു കൊച്ചിന് എളുപ്പത്തിന് പിൻട്രസ്റ്റിൽ കണ്ടൊരു ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊച്ചിന്റെ തലയുടെ ആ ഒരു അളവിന് ഈ ഒരു കമ്പി, ഇത് നമുക്ക് ഗോൾഡൻ കമ്പി വാങ്ങിക്കാൻ കിട്ടും, പൂവൊക്കെ ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കടയിൽ കിട്ടും. ഇത് ഞാൻ അൽഹിബയെന്നാണ് വാങ്ങിച്ചത്. ചാല മാർക്കറ്റ്, ട്രിവാൻഡ്രം, അൽഹിബ എന്നാണ് വാങ്ങിച്ചത്. അപ്പൊ നമുക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സാധനം. ഇത് വെച്ച് ഒരു 3-4 ലെയർ ഒരു വട്ടം ആദ്യം ഉണ്ടാക്കും. എന്നിട്ട് അതിൽ ഞാൻ മറ്റേ പൂവൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പച്ച ടേപ്പ് ഉണ്ടല്ലോ, ആ ടേപ്പ് ചുറ്റും. ദെൻ അതിൽ നമ്മൾ വൈറ്റ് സാറ്റിൻ ചുറ്റിയേക്കുന്നതാണിത്. വൈറ്റ് സാറ്റിൻ ചുറ്റിക്കഴിഞ്ഞ് ഇത്രയും ഭാഗം, അതായത് ഈ ഭാഗത്ത് മാത്രം കുറച്ച് വീതിയിൽ 2 ലെയറായിട്ട്, അതായത് ഇത് തന്നെ ഇങ്ങനെ 2 ലെയറായിട്ട് നമ്മൾ പിരിച്ച് ഈ ഭാഗത്ത് മാത്രം കുറച്ച് വീതിയിലെടുത്തിട്ട് അവിടെയാണ് ഈ ഒരു പൂവെല്ലാം കൂടെ, അതായത് ഇത് മറ്റേ ഫോം ഫ്ലവേഴ്സ് ആണ്,
ഒരു ഫ്ലവറിന് 1.5 രൂപയ്ക്കൊക്കെ കിട്ടും. കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ല. ആ, കണ്ട ഫോം ഫ്ലവേഴ്സ് ആണ്. പിന്നെ ഇതിന്റെ സൈഡിൽ വെക്കാനുള്ളത് നമുക്ക് അല്ലാണ്ട് തന്നെ കിട്ടും കേട്ടോ. നമുക്ക് ഫോക്കസ് ആവുന്നില്ല. ഓക്കെ, അപ്പൊ അതാണ് ആകെ ഫോം ഫ്ലവേഴ്സും പിന്നെ ഇതിന്റെ കൂടെ വെക്കുന്ന ഈ ഒരു എന്താ അതിന് പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ സാധാരണ അത് കൊണ്ടുപോയി കാണിക്കുക ചെയ്യുന്നത്. നമുക്ക് ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും. ഇതാണ് സാധനം. ഇതാ ഇത് കണ്ടോ, ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നായിട്ട് ഊരിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഇത് ഞാൻ കട്ട് ചെയ്താണ് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ കിട്ടും കേട്ടോ. അപ്പൊ ഇത് എടുത്തിട്ട് ആണ് ഞാൻ ഇത് ചെയ്തേക്കുന്നത്. ഫൈൻ. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു പോർഷൻ ചെയ്തേക്കുന്നത്. ഇവിടെ ഇച്ചിരി വീതിയിൽ ചെയ്തിട്ട് അതിൽ പൂ അറ്റാച്ച് ചെയ്തു. പിന്നെ തൊട്ട് പുറകില് എന്തോ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് 3 ലെയറിൽ നെറ്റ് എടുത്തു. ഇതെല്ലാം ഞാനിപ്പം ഫംഗ്ഷൻ കഴിഞ്ഞ് ഞാൻ കഴുകി, അതുകൊണ്ട് കുറച്ച് ചുരുണ്ടും ഒക്കെയാണ് ഇരിക്കുന്നത്. 3 ലെയർ നെറ്റ് എടുത്തു. ഓക്കെ, 3 ലെയർ നെറ്റ് എടുത്തിട്ട് നമ്മുടെ സിഗ്സാഗ് മെഷീൻ ഉണ്ടല്ലോ, സിഗ്സാഗ് മെഷീൻ യൂസ് ചെയ്തിട്ട് ഇവിടെ സ്കാലപ്പ് ചെയ്തു. സ്കാലപ്പ് ചെയ്യാന്ന് പറയുമ്പം നമുക്ക് നെറ്റിൽ കാണാൻ പറ്റില്ല. സോ നമ്മളൊരു ഒന്നെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ, അല്ലെങ്കിൽ നമ്മുടെ പേപ്പർ ബക്രം ഉണ്ടല്ലോ, ചുരിദാറിന്റെ തന്നെ നെക്കൊക്കെ ചെയ്യുന്ന ആ പേപ്പർ ബക്രം, ആ പേപ്പർ ബക്രത്തിൽ സ്കാലപ്പ് വരച്ചേച്ച് ഇങ്ങനെ സ്കാലപ്പ് ചെയ്തു. ഉണ്ടോ? അങ്ങനെ 3 ലെയർ ചെയ്തു. ഒന്ന് ചെറുത്, കുറച്ചും കൂടെ വലുത്, കുറച്ചും കൂടെ വലുത്, അങ്ങനെ ഇത്രയുമാണ് ചെയ്തത്. എന്നിട്ട് ഇവിടെ ഇത് 3 എണ്ണം ഈ ഭാഗത്ത് ഒരുമിപ്പിച്ചു. എന്നിട്ട് ഇത് ചുരുക്കി 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 ചുരുക്കിയിട്ട് കുറച്ച് വീതിക്ക് ഞാനത് പഴിച്ചെടുത്ത് കഴുകാനായിട്ടേ. എന്നിട്ട് ഇച്ചിരി വീതിക്ക് ഇതാ ഇങ്ങനെ ഇവിടെ തയ്ച്ചു വെച്ചു. പിന്നെ അതിൻ്റെതായ രീതിയിൽ ഒതുക്കി നല്ലതായിട്ട് തയ്ച്ചു, ഇച്ചിരി വീതിയിൽ, അതായത് ഇങ്ങനെ വിടർന്ന് കിടക്കും അത്. അപ്പൊ സോ കൊച്ചിന് വെറുതെ എടുത്ത് ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി. സ്ലൈഡ് ഒന്നും കുത്തേണ്ട ആവശ്യമില്ല. അവർ സ്ലൈഡ് കുത്തി, പക്ഷെ സ്ലൈഡ് ഒന്നും കുത്താതെ തന്നെ ഇത് ഇങ്ങനെ വെറുതെ വെക്കാം. അപ്പൊ മുടി അഴിച്ചിടുകയും ചെയ്യാം, നമുക്ക് സുഖമായിട്ട് ഇത് വെക്കുകയും ചെയ്യാം. അതാണ് ഇതിന്റെ ടോപ്പിന്റെ പരിപാടി ഞാൻ ചെയ്തത്. പിന്നെ വന്നിട്ട് മെഴുകുതിരിയാണ്. മെഴുകുതിരി നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് കാറിൽ വെച്ചാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. അപ്പം വീട്ടിൽ കാറുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് റോഡിൽ കൊണ്ടാണ് കാർ ഇട്ടത്. വൈകിട്ട് ചെന്നെടുത്തപ്പം മെഴുകുതിരിയുടെ അവസ്ഥ ഇതാണ്. ഇത് ചൂട് കാരണം വളഞ്ഞുപോയി. അപ്പം ഇതിങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മെഴുകുതിരി കത്തിച്ച് പിടിച്ചിട്ടാണ് നമ്മൾ കുർബാന കൈക്കൊള്ളാനായിട്ട് പോകുന്നത്. പണ്ടൊന്നും അങ്ങനൊന്നും ഇല്ലായിരുന്നു, വെറുതെ മെഴുകുതിരി ഇങ്ങനെ കൈ പിടിക്കത്തില്ലായിരുന്നു. ഇപ്പൊ അത് കത്തിച്ച് അതും പിടിച്ചിട്ടാണ് കുർബാന കൈക്കൊള്ളാനായിട്ട് പോകുന്നത്. അപ്പം ഒരു ഇച്ചിരി നേരം, ഒരു 5 മിനിറ്റോളം നമ്മൾ കത്തിച്ചേച്ചാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഈ കത്തിച്ച് മെഴുക് ഉരുകി നമ്മുടെ കയ്യിലോട്ടൊന്ന് വീഴാതിരിക്കാൻ കുറച്ച് വീർപ്പിച്ചാണ് പള്ളിയിൽ നിന്ന് കിട്ടിയ മെഴുകുതിരി വെച്ചിരുന്നത്. ഞാൻ ഒരു അത്രയും വീർത്ത് കൊച്ചു ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കേണ്ടെന്ന് വിചാരിച്ച് കുറച്ച് ഒതുക്കത്തിലാണ് ചെയ്തത്. ശരിക്കും കുറച്ച് വീർപ്പിച്ച് ചെയ്തിരുന്നത് നല്ലതായിരുന്നു, കൊച്ചിന്റെ കയ്യിലോട്ട് വീഴത്തില്ലായിരുന്നു. പിന്നെ അധികം നേരം ഒന്നും ഇല്ല, ഒരു 5 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ കത്തിച്ച് പിടിക്കുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ തിരികെടുത്തു. ഇതും സെയിം വേ ഒരു മെഴുകുതിരി എടുത്ത് അതിന്റെ നടുവേന്ന് ചുമ്മാ ഒരു സാറ്റിൻ വെച്ച് കെട്ടി, അതായത് നമുക്ക് ഈ പൂവൊക്കെ ഒട്ടിക്കാൻ ഒരു ബേസ് വേണമല്ലോ, അതിന് ഈ ഭാഗത്തുനിന്ന്, അതായത് എത്ര പോർഷനിലാണോ നമുക്ക് വർക്ക് വരേണ്ടത് അത്രയും പോർഷൻ നമ്മളൊരു സാധാ സാറ്റിൻ റിബൺ, വൈറ്റ് സാറ്റിൻ റിബൺ എടുത്ത് ചുമ്മാ കെട്ടും. ഓക്കെ, ചുമ്മാ കെട്ടിയ അതിലോട്ടാണ് നമ്മൾ പിന്നെ ഗ്ലൂഗൺ വെച്ചിട്ട് ഈ ഫോം ഫ്ലവേഴ്സും ആ നേരത്തെ പറഞ്ഞ ആ സാധനം തന്നെ, അതായത് ഈ ഒരു സാധനവും കൂടെ നമ്മൾ ഈ ഒരു സാധനം എന്ന് വെച്ചാൽ ഇത് കമ്പിയാണ്. ഇതിന്റെ അറ്റം നമുക്ക് വെട്ടി അതിൻ്റെതായ രീതിയിൽ നമുക്കിത് ഒട്ടിച്ചു വെക്കാം. അപ്പം അത്രയേ ഉള്ളൂ മെഴുകുതിരിയുടെ കാര്യം. പിന്നെ വന്നിട്ട് ഗ്ലൗസ് ആണ്. ഗ്ലൗസ് എങ്ങനെയാ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു അതായത് നമ്മുടെ ഈ നടുക്കത്തെ വിരലിലോട്ട് ഇടാൻ പാകത്തിനാണ് ഞാനിത് ഒരു ചെറിയൊരു കനം കുറഞ്ഞ രീതിയിൽ നെറ്റ് വെച്ച് തന്നെ ഒരു വള്ളി ചെയ്തിട്ട് ഇത് നെറ്റാണ്, ശരിക്കും പ്ലെയിൻ നെറ്റാണ്. ആ പ്ലെയിൻ നെറ്റിൽ അതിൻ്റെ ഇപ്പുറവും വെൽക്രോ ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, എന്നിട്ട് അതിങ്ങനെ ഒട്ടിച്ചു വെക്കാൻ പാകത്തിന്. ഓക്കെ, അത് അങ്ങനെ ആദ്യം സെറ്റ് ചെയ്തതിന് ശേഷം, അതായത് ഒരു പ്ലെയിൻ നെറ്റ്, ഒരു ത്രികോണാകൃതി വരുന്ന ഒരു പ്ലെയിൻ നെറ്റ് എടുത്ത് അതിന്റെ മേളത്തെ ഭാഗത്ത് ഇതൊരു ട്രയാങ്കിൾ ഷേപ്പ് വരുന്ന ഒരു നെറ്റാണ്. ആ നെറ്റിന്റെ ഈ ഭാഗത്ത് ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരുന്ന പ്ലെയിൻ നെറ്റാണ്. പ്ലെയിൻ നെറ്റ് എടുത്തിട്ട് അതിൽ ഈ ഒരു സാധനം ചെയ്യും നമ്മൾ ആദ്യം.
ഇത് കൊച്ചിൻ്റെ കയ്യിൽ കയറത്തക്ക രീതിയിലും പിന്നെ കൊച്ചിൻ്റെ റിസ്റ്റ് വരെ വരത്തക്ക രീതിയിൽ നമ്മൾ ഒരു പ്ലെയിൻ നെറ്റ് എടുത്തിട്ട് അതിൻ്റെ ഇവിടെ വെൽക്രോ സെറ്റ് ചെയ്യും. പിന്നെ കൊച്ചിന് കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ അത് ആദ്യം സെറ്റ് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുന്നത് ഒരു ആപ്ലിക് നെറ്റ് എടുത്തിട്ട് അതിലോട്ട് ജസ്റ്റ് ഒന്ന് തയ്ച്ച് പിടിപ്പിച്ചേക്കുക. ഓക്കെ, തയ്ച്ച് പിടിപ്പിച്ചതിന് ശേഷം ഈ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണുമല്ലോ, നെറ്റ് കാണുമല്ലോ, ആ ഭാഗം ഞാനങ്ങ് വെട്ടിക്കളഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ വെട്ടിക്കളയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇടുമ്പോൾ നമ്മുടെ കയ്യിൽ ജസ്റ്റ് ഈ ആപ്ലിക് വർക്ക് മാത്രം ഉള്ള പോലെ തോന്നും. മനസ്സിലായോ? അപ്പോൾ കൊച്ച് വെൽക്രോ ആയതുകൊണ്ട് കൊച്ചിന് എളുപ്പമായിരിക്കും. കണ്ടോ, ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നെറ്റ് ബാക്കിയുള്ള കാണുന്ന ഏരിയയിലുള്ള നെറ്റെല്ലാം അങ്ങ് വെട്ടിക്കളയുകയും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ കൊച്ചിന് സൗകര്യമായിരിക്കും, കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗൗണും ക്രൗണും മെഴുകുതിരിയും പിന്നെ കയ്യിലെ ഗ്ലൗസിൻ്റെ ഒക്കെ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഒരുവിധം കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. അത്യാവശ്യം തയ്ക്കുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവും, കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അല്ലാത്തവർക്ക് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, നിങ്ങൾക്കത് പറഞ്ഞ് ചെയ്യിപ്പിക്കാനാണെങ്കിലും ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സൈഡിൽ ഞാൻ എങ്ങനെ ആയിരുന്നു അവളുടെ കംപ്ലീറ്റ് ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ അവൾ ഇത് എടുത്തില്ല. അപ്പോൾ ചെറിയ വീഡിയോസ് എൻ്റെ സൈഡിൽ ചേർക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ സൗകര്യം പോലെ എൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ബൈ.